അതുകൊണ്ട് ഓപ്പണിംഗ് സീനിൽ ഗോക്കു അവനവന്റെ ക്യാമേ പവർ അതിപ്പോ ഒന്ന് മടങ്ങ് അതങ്ങനെ അധികം ആക്കുവാണ്. ആ ഒരു പവർ കണ്ട് ഇപ്പോ ആ ചിന്ന ജയൻ അവൻ ഭയന്ന് ഒരു സെക്കൻഡ് ഗോക്കുയെ നോക്കും. ഗോക്കു ആണെങ്കിൽ ആ പവർ ഉപയോഗിച്ച് ഇപ്പൊ അവനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. അവനും വിട്ടുകൊടുക്കാതെ അവന്റെ പവർ ഉപയോഗിച്ച് ഗോക്കുവിന്റെ പഞ്ചുകളെല്ലാം തന്നെ തടയാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഗോക്കുവിന്റെ പവർ ഇപ്പോ അവനെ കഴിഞ്ഞും ഒരുപാട് ഉയരത്തിലാണ്. സോ അതുകൊണ്ട് തന്നെ അവന്റെ പഞ്ചില് ഇപ്പോ ആ ചിന്ന ജയാന് നല്ല രീതിയിൽ പരുക്കുപറ്റും. ചോര തുളുമ്പി ഒരു ഭാഗത്തങ്ങനെ നിൽക്കുകയാണ്. ഗോക്കുവിന്റെ ആ ഒരു പവർ റിലീസിൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കും. അപ്പൊ ദൂരത്തായിട്ട് ഉണ്ടപ്പൻ അവനാണെങ്കിൽ ഗോക്കു നോക്കി വണ്ടർ അടിക്കുകയാണ്. ഓ നോ, ഗോക്കു ഇപ്പോൾ വളരെ പവർഫുൾ ആയിരിക്കുകയാണ്. അവന്റെ പഞ്ചും ശക്തിയും പുതിയ പവറൊക്കെ കാണുമ്പോൾ എനിക്കും ഒരുപാട് പേടി തോന്നുന്നു. ഒരുപക്ഷെ ലോകത്തിൽ തന്നെ പവർഫുൾ പേഴ്സൺ അത് ഗോക്കുയെ മാറാൻ ചാൻസ് ഉണ്ട്. അവൻ ഉറപ്പായാലും ആ ജയനെ തോൽപ്പിക്കുമെന്നാണ് എനിക്കിപ്പോൾ കാണുമ്പോൾ തോന്നുന്നത്. ജയനാണെങ്കിൽ ഗോക്കുവിനെ പഞ്ച് ചെയ്യാനായിട്ട് അവന്റെ നേർക്ക് കൈ നീട്ടും. ഗോക്കു ആണെങ്കിൽ അവന്റെ കൈ അതങ്ങനെ ബ്ലോക്ക് ചെയ്ത് ഒടിക്കുകയാണ്. അവൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവന്റെ കൈ അത് പുറകിലേക്ക് വലിച്ച് വീണ്ടും രണ്ട് കൈ കൂട്ടിപ്പിടിച്ച് അവന്റെ തലയ്ക്ക് ആഞ്ഞടിക്കും. ഗോക്കുവിനാണെങ്കിൽ ആ ഒരു അടിയിൽ നല്ല രീതിയിൽ ഇമ്പാക്ട് ആയിരിക്കും. പക്ഷെ ഗോക്കു അവന്റെ കൈ തട്ടി മാറ്റി അവനെ അറഞ്ചം പുറച്ച് ആഞ്ഞെട്ടിച്ച് തൂക്കിയെടുത്ത് നിലത്തടിക്കും. ഗോക്കു ആണെങ്കിൽ താഴെ വന്ന് സേഫായി ലാൻഡ് ചെയ്ത് ഇപ്പൊ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് നിൽക്കും. അതേസമയം ഒരുപാട് അടി കിട്ടിയ ആ ഒരു ജയൻ അവനങ്ങനെ വീണ് കിടക്കുകയാണ്. ഉന്നോ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ കാക്രോട്ടിന് എന്നെ കഴിഞ്ഞ് കൂടുതൽ പവർ വന്നിരിക്കുകയാണ്. അവന്റെ അടിയിൽ ശരിക്കും എനിക്ക് നല്ല രീതിയിൽ ഇമ്പാക്ട് പറ്റി. ഗോക്കു അവനാണെങ്കിൽ അതിലും കൂടുതൽ അത്ഭുതം തോന്നും. കയാക്കി പവർ അത് 3 മടങ്ങായിട്ട് ഉപയോഗിച്ചിട്ടും അവന്റെ ജീവൻ എടുക്കാൻ ഗോക്കുവിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഗോക്കുവിനാണെങ്കിൽ അവന്റെ ബോഡി പെയിൻ കൂടുകയാണ്. ഓ നോ, ഞാൻ കയോക്കി പവർ അത് 3 മടങ്ങായി വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ എന്റെ പവർ അത് കുറയുന്നുണ്ട്. എനിക്കാണെങ്കിൽ നല്ല പെയിനും ഉണ്ട്. പക്ഷേ ഇതെന്റെ അവസാനത്തെ പോരാട്ടമാണ്. ഇതിൽ ഞാൻ വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല. ഇവിടെ ജയനാണെങ്കിൽ പതുക്കെ എഴുന്നേൽക്കും. ഒരു നിസ്സാരനായ പയ്യൻ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത എന്നെ ഇപ്പോ തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ അറ്റാക്കിൽ എനിക്ക് നല്ല രീതിയിൽ പരുക്കുപറ്റി. ഇത് ഞാൻ അനുവദിക്കില്ല. എന്നെ കൊണ്ട് ഇത് ക്ഷമിക്കാൻ പറ്റില്ല. ഇന്ന ജയനാണെങ്കിൽ ഇപ്പൊ മുകളിലേക്ക് ഫ്ലൈ ചെയ്യും. ഞാൻ നിന്റെ മുൻപിൽ വെച്ച് തന്നെ നിന്റെ ഈ ഭൂമി അത് തകർക്കാൻ പോവാണ്. അതിൽ നീയും ഇല്ലാതാവുന്നു പറഞ്ഞ് അവനാണെങ്കിൽ ഒരു അൾട്ടിമേറ്റ് പവർ ഇപ്പൊ ഭൂമിക്ക് നേരെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. അത് കണ്ട ഗോക്കു ഓന്നോ, എനിക്ക് വേറെ വഴിയില്ല, എനിക്കിത് ചെയ്തേ പറ്റൂ. എന്റെ ജീവൻ പോയാലും ഭൂമിയെയും ഇവിടെയുള്ള ജനങ്ങളെ എനിക്ക് രക്ഷിക്കണം എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വീണ്ടും ആ കയോക്കിയ പവർ അതിപ്പോ 3 മടങ്ങായിട്ട് വർദ്ധിപ്പിക്കുകയാണ്. അതിനുശേഷം ഗോക്കു അവന്റെ അൾട്ടിമേറ്റ് ഹാമേ ഹാമേ പവർ അതിപ്പോ അവൻ നേരെ പ്രയോഗിക്കുകയാണ്. അവനാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിച്ചു പറയും, നീ എന്തൊക്കെ ചെയ്തിട്ടും ഇനി കാര്യമില്ല. നിന്റെ ഈ പ്രപഞ്ചം മുഴുവനും കൺമുമ്പിൽ വെച്ച് തന്നെ ഞാൻ നശിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൻ അവന്റെ പവർ പ്രയോഗിക്കും. അതേസമയം ഗോക്കു അവനും ഇപ്പൊ ഹാമേ ഹാമേ പവർ കയാക്കിയോട് കമ്പയിൻ ചെയ്ത് പ്രയോഗിക്കുകയാണ്. 2 പവറുകളും ക്ഷണനേരത്തിൽ കൂട്ടിമുട്ടി വലിയൊരു ഇമ്പാക്ട് അവിടെ ക്രിയേറ്റ് ആവും. ജിന്നു ജയനാണെങ്കിൽ ഷോക്കാവും. കാരണം അവൻ ക്രിയേറ്റ് ചെയ്ത പവറിന്റെ അതേ വാല്യൂലാണ് ഇപ്പോ ഗോക്കുവും പവർ ക്രിയേറ്റ് ചെയ്തത്. അവരുടെ 2 പേരുടെയും ശക്തി അതങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന പവറിൽ ചുറ്റുമുള്ളതെല്ലാം തന്നെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉണ്ടപ്പനാണെങ്കിൽ ദൂരേക്ക് തെറിച്ചു പോവും. ഗോക്കു ആണെങ്കിൽ വിട്ടുകൊടുക്കില്ല. അവന്റെ ഈ പവറിന്റെ ശക്തി അത് കുറെ കൂടെ കൂട്ടി അവനെ മുഴുവനായിട്ടും നശിപ്പിച്ച് കളയുകയാണ്. ഗോക്കു ആണെങ്കിൽ അത്രയും വലിയ പവർ അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ തളർന്ന് താഴേക്ക് വീഴും. ശ്വാസം വലിച്ചു വിട്ട് മുകളിലേക്ക് നോക്കും. ചിന്ന ജയാനെ അതിനിപ്പോ കാണാനില്ല. ഉണ്ടപ്പനാണെങ്കിൽ ഇപ്പൊ ഗോക്കുവിന്റെ അടുത്തേക്ക് ഓടി വരും. വാവ്, നീ അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്തു. അത് കണ്ട് ഗോക്കു ആണെങ്കിൽ ഷോക്കായിട്ട്, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? അപകടമാണ്. ഉണ്ടപ്പനാണെങ്കിൽ ക്യാഷ്ലായിട്ട് അവന്റെ ദേഹത്ത് ആഞ്ഞു തട്ടേണ്ട താമസം അവൻ വേദന കൊണ്ട് പൊളയും. ദയവ് ചെയ്ത് എന്നെ ഹിറ്റ് ചെയ്യരുത്. ഞാൻ എന്റെ ഫുൾ പവർ അത് ഉപയോഗിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ തളർന്നുകൊണ്ടിരിക്കുകയാണ്. കരുതും പോലെ ഇത് പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല. അവൻ എപ്പോ വേണമെങ്കിലും ഇവിടേക്ക് എത്താം. എത്രയും വേഗം നീ ഇവിടെ നിന്ന് കടന്നു പോകണം. അത് കേട്ട് ഉണ്ടപ്പനാണെങ്കിൽ ഭയന്ന്, എങ്കിൽ ഞാൻ നിനക്ക് ആവശ്യമുള്ളപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് ഓടും. അങ്ങനെ ക്യാമറ സൂം ചെയ്ത് ആ ഒരു ജയാൻ വില്ലനെ കാണിക്കും. അവനെ ആണെങ്കിൽ ആ ഹാമേ ഹാമേ പവർ ഒരുപാട് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയി. അവനാണെങ്കിൽ അതിൽ നിന്ന് ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെട്ട് അങ്ങനെ ഉറക്കെ വിളിച്ചു പറയും, ഓ നോ, ഞാനിത് സമ്മതിക്കില്ല. എന്നെ തോൽപ്പിക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല. ഞാൻ എന്റെ ഗ്രേറ്റ് ടൈപ്പ് രൂപത്തിലേക്ക് മാറി ഇന്ന് അവനെ ഇല്ലാതാക്കും. ഇന്ന് പൗർണമി ദിവസമാണ്. സോ പൂർണ്ണചന്ദ്രനെ കാണുകയാണെങ്കിൽ ഫുൾ പവർ പുറത്തേക്ക് വന്ന് എനിക്ക് അവനെ തോൽപ്പിക്കാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും എനിക്കതിന് സാധിക്കും. പക്ഷേ ചന്ദ്രനെ മാത്രം ഇവിടെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ ചുറ്റും നോക്കും. ഇവിടെ ആ കിങ് അവളാണെങ്കിൽ അത് കേട്ട് ചിരിക്കുകയാണ്. നീ എത്രയൊക്കെ തെരഞ്ഞിട്ടും കാര്യമില്ല, നിനക്ക് പൂർണ്ണചന്ദ്രനെ കാണാൻ കഴിയില്ല. കാരണം ഈ കാര്യങ്ങളെല്ലാം കറക്റ്റാക്കി മനസ്സിലാക്കിയ പിക്കലോ അതെല്ലാം തന്നെ നേരത്തെ ഇല്ലാതാക്കി. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ, നീ ഗോക്കു അത്രയും പവർ ഉപയോഗിച്ചിട്ടും
അവനൊപ്പം കട്ടയ്ക്ക് നിന്നു. നിന്റെ പവറും അത്രയും തന്നെ ഉണ്ട്. ഗോക്കു, ആ സ്പിരിറ്റ് ബോംബ് ടെക്നിക്ക് അതുപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ആ സയാനെ തോൽപ്പിക്കാനായിട്ട് കഴിയും. ഇവിടെ ഗോക്കു ആണെങ്കിൽ ചുറ്റും നോക്കും, അവനെ കാണാനില്ല. അവനെവിടെ പോയി? അവനെവിടെ മറന്നിരിക്കുകയാണ്? ഒരുപാട് നേരം ഈ ശക്തി അത് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റില്ല. കട്ട് ചെയ്ത സയാനെ കാണിക്കും. അവൻ ചുറ്റും നോക്കും, എവിടെയും അവൻ പൂർണ്ണയം തന്നെ കാണാൻ കഴിയില്ല. എന്റെ നീക്കങ്ങൾ ഇവർ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അതനുസരിച്ച് ഇവർ പൂർണ്ണചന്ദ്രനെ എന്നിൽ നിന്നും മറച്ചിരിക്കുകയാണ്. ഇവിടെ ഗോക്കു ആണെങ്കിൽ തീർത്തു പറയും, എന്റെ മുൻപിലെ അവസാനത്തെ ഓപ്ഷൻ അത് കിങ് പറഞ്ഞതുപോലെ തന്നെ സ്പീഡ് ബോംബാണ്. അതുപയോഗിച്ച് ഞാൻ അവനെ പൂർണ്ണമായിട്ടും ഡിഫീറ്റ് ചെയ്യും. പക്ഷെ എന്റെ ബോഡി ഒരു അല്പം വീക്കാണ്. എനിക്ക് ചെറിയ സംശയമുണ്ട്. അതേസമയം ആ ഒരു സയാൻ വില്ലനെ കാണിക്കും, ഞാൻ എന്റെ അൾട്ടിമേറ്റ് പവർ എടുത്ത് അവനെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. ഇതെനിക്കൊരല്പം ദോഷമാണ്. പക്ഷെ എന്റെ മുൻപിൽ ഇപ്പോൾ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഇല്ലാതെ പറഞ്ഞ് അവനാണെങ്കിൽ താഴേക്ക് വരും. അവൻ ഗോക്കുവിനോട് പറയും, വാവ്, നീ സയൻസിന്റെ വീക്ക്നെസ് അറിഞ്ഞ് ആ ഒരു പൂർണ്ണചന്ദ്രനെ മറച്ചുവല്ലേ? ആക്ച്വലി പൂർണ്ണചന്ദ്രന്റെ ശക്തിയാലാണ് സയൻസിന്റെ പവർ അത് എൻഹാൻസ്ഡ് ആവുക. സൂര്യന്റെ പവർ അബ്സോർബ് ചെയ്തെടുക്കുന്ന ചന്ദ്രന്റെ പവർ അതുപയോഗിച്ചാണ് സയൻസിന്റെ ബ്ലഡ് ലൈൻ കൂടുതൽ കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യുന്നത്. അത് മനസ്സിലാക്കി നീ അത് മറച്ചു വെച്ചു. നീ ഒരു സയനാണെന്നുള്ള കാര്യം നീ മറന്നുപോയി. നീ ചെയ്തത് വലിയ മണ്ടത്തരമാണ്. ഗോക്കു ആണെങ്കിൽ ഷോക്ക്ഡ് ആവും. എനിക്കതിന്റെ ആവശ്യമില്ല, ഞാൻ അത്തരത്തിലൊന്നും ചെയ്തിട്ടില്ല. ആ വില്ലൻ ആണെങ്കിൽ ഹായ് ആയിട്ട് പറയും, ഞാനൊരു എലൈറ്റ് വീരനാണ്, ആ കാര്യം നിനക്കറിയില്ല. പവർ ബോളിന്റെ പവർ അത് ഞാൻ ഉറപ്പായിട്ടും എന്റെ പവറുമായിട്ട് കമ്പൈൻ ചെയ്യുമെന്ന് പറഞ്ഞ് അവനൊരു പവർ ബോൾ അത് ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് വലിച്ചെറിയും. ഗോക്കു ആണെങ്കിൽ അത് കണ്ട് ഞെട്ടും. ഗോക്കുവിന്റെ പവർ കുറേശ്ശെ കുറയുന്നതായിട്ട് ഗോക്കുവിന് മനസ്സിലാവും. ഇവിടെ ആ ഒരു സയാൻ വില്ലനാണെങ്കിൽ പവർ ബോൾ നോക്കി പറയും, എത്രയും വേഗം നീ എന്റെ പവറുമായിട്ട് കമ്പൈൻ ആവും. ഇവിടെ കിങ് ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. ഓ നോ, അവൻ പവർ ബോൾ ഉപയോഗിച്ച് പൂർണ്ണചന്ദ്രനെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഭൂമി അതിതോടുകൂടെ അവസാനിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് കിങ് തലയ്ക്ക് കൈ കൊടുക്കും. ഗോക്കുവിനാണെങ്കിൽ എന്താ പറയണ്ടേ, എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല. അതേസമയം പൂർണ്ണചന്ദ്രനെ കണ്ട ആ ഒരു സയാൻ വില്ലൻ അവനാണെങ്കിൽ പതിയെ പതിയെ അവന്റെ മോൺസ്റ്റർ രൂപത്തിലേക്ക് മാറും. ആ ട്രാൻസ്ഫർമേഷൻ ശബ്ദം കേട്ട് ഇവിടെ ഗോഹാനും മൊട്ടപ്പനും അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കും. മൊട്ടപ്പനാണെങ്കിൽ ഇപ്പൊ ഗോഹാന് കാണിച്ചു കൊടുക്കും. ഫൈറ്റ് ചെയ്യുന്ന ആ ഭാഗത്താണ് ഇത്രയും വലിയൊരു വെളിച്ചവും ശബ്ദമൊക്കെ ഉണ്ടായത്. അവിടെ ശരിക്കും എന്താ നടക്കണേ? ഗോക്കുവിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവൻ അങ്ങനെ അതിനെ തന്നെ നോക്കി നിൽക്കും. അതേസമയം മൊട്ടപ്പൻ പറയും, അവിടെ എന്തോ വലിയ അപകടം നടക്കുകയാണ്. ആ മോൺസ്റ്ററിന്റെ പവർ അത് കൂടി വരികയാണ്. അവനാണെങ്കിൽ അത് കേട്ട് ഞെട്ടി ഇപ്പൊ ആ പവർ അത് സെൻസ് ചെയ്യാനായിട്ട് തുടങ്ങും. എന്റെ അച്ഛന്റെ അവസ്ഥ ഇപ്പൊ അപകടത്തിലാണ്. എനിക്ക് എത്രയും വേഗം അവിടേക്ക് പോയേ പറ്റൂ. മൊട്ടപ്പനാണെങ്കിൽ അത് തടയും. വേണ്ട വേണ്ട, നീ അവിടേക്ക് പോകാൻ പാടില്ല. ഓൾറെഡി നിന്റെ പപ്പ അവിടേക്ക് വരാൻ പാടില്ല എന്ന് നിന്നെ പറഞ്ഞയച്ചതല്ലേ. ഗോഹാനാണെങ്കിൽ അടിച്ചു പറയും, എന്റെ പപ്പ വലിയ ആപത്തിലാണ്. അദ്ദേഹം ഇല്ലാതെ എനിക്ക് വരാൻ കഴിയില്ല. എനിക്കിപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത് പോയേ പറ്റൂ. മൊട്ടപ്പനാണെങ്കിൽ അത് കേട്ട് ചിരിക്കും. നിന്റെ സഹായം നിന്റെ പപ്പയ്ക്ക് ആവശ്യമില്ല. നീ സംസാരിക്കുന്ന ഗോക്കുവിനെ കുറിച്ചാണ്. ആള് വളരെ പവർഫുൾ ആണ്. അതിന് അവനാണെങ്കിൽ തീർത്തു പറയും, എന്റെ പപ്പയെ കുറിച്ച് എനിക്കറിയാം. പറഞ്ഞതുപോലെ അദ്ദേഹം പവർഫുൾ ആണ്. പക്ഷേ ഇപ്പൊ എന്റെ മുമ്പിൽ വേറെ വഴിയില്ല. എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് അവനങ്ങനെ സ്പീഡിൽ ഗോക്കുവെ ലക്ഷ്യമാക്കി പോകും. പിന്നാലെ മൊട്ടപ്പനും അവനോടൊപ്പം വരും. ഇവിടെ ഗോക്കു ആണെങ്കിൽ ആ മോൺസ്റ്ററിന്റെ രൂപം കണ്ട് ഞെട്ടുകയാണ്. ആ മോൺസ്റ്റർ ആണെങ്കിൽ ഗോക്കുവിനോട് പറയും, എന്റെ പവർ ഇപ്പോ അൺലിമിറ്റഡ് ആണ്. ഗോക്കുവിനാണെങ്കിൽ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. അവൻ എന്തുകൊണ്ടാണ് പൂർണ്ണചന്ദ്രനെ കാണാൻ പാടില്ല എന്നവന്റെ ഗ്രാൻഡ്പ അവനെ വിലക്കിയതെന്ന്. മാത്രമല്ല അവനാണ് അവന്റെ ഗ്രാൻഡ്പ ഇല്ലാതാക്കിയെന്നും ഗോക്കു തിരിച്ചറിയും. ഐ എം സോറി ഗ്രാൻഡ്പ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. പക്ഷെ ഉറപ്പായാലും ഗ്രാൻഡ്പയ്ക്ക് വേണ്ടിയും ഈ ഭൂമിക്ക് വേണ്ടിയും ഇത് വില കൊടുത്തും ഞാൻ ഇവനെ തോൽപ്പിക്കും. ഒരുപക്ഷെ ഈ ഒരു രൂപത്തിൽ എനിക്ക് ഇവനെ തോൽപ്പിക്കാൻ കഴിയില്ല. പക്ഷെ പവർ ബോളിന്റെ ശക്തി ഉണ്ടെങ്കിൽ എനിക്ക് തോൽപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഗോക്കു ആണെങ്കിൽ ഇപ്പൊ പവർ ബോൾ യൂസ് ചെയ്യാൻ തയ്യാറാവും. പക്ഷെ അടുത്ത നിമിഷം ആ മോൺസ്റ്റർ ഗോക്കു അടിച്ച് താഴെയിടും. അതിനുശേഷം അവനെ ഹിറ്റ് ചെയ്യാനായിട്ട് അടുത്തേക്ക് വരും. പക്ഷെ ഗോക്കു ആണെങ്കിൽ ഞൊട്ടിയിടയിൽ കയോക്കിയ ടെക്നിക്ക് ഉപയോഗിച്ച് മുകളിലേക്ക് പോവാണ്. ഇവിടെ ഗോഹാൻ ഗോക്കുവെ തേടി വളരെ സ്പീഡിൽ കടന്നു വരും. മൊട്ടപ്പനാണെങ്കിൽ ഗോഹാനെ നോക്കും. ഇവനും ഗോക്കുവെ പോലെ തന്നെയാണ്. ഇവിടെ ആ മോൺസ്റ്റർ ആണെങ്കിൽ ഗോക്കുവിനെ അങ്ങനെ തല്ലി തല്ലി താഴെ ഇടുകയാണ്. ഗോക്കുവിനെ കൊണ്ടാണെങ്കിൽ കയോക്കിയ ടെക്നിക്ക് അത് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇങ്ങനെ പോവാണെങ്കിൽ എന്നെ കൊണ്ട് ആ സ്പിരിച്വൽ ബോംബ് അതെന്നെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരുപക്ഷെ ഞാൻ തോറ്റു പോകുമോ? ഒരു കാരണവശാലും എനിക്ക് തോൽക്കാൻ പറ്റില്ല. ഇവിടെ മോൺസ്റ്റർ ആണെങ്കിൽ ഗോക്കുവെ വീണ്ടും വെല്ലുവിളിക്കും. ഫൈറ്റ് അത് ഞാൻ തന്നെ ആരംഭിക്കാന്ന് പറഞ്ഞ് അവൻ ഗോക്കുവിന് നേരെ ചാടി വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.